ഹലോ എവ്രി വൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി, അതിനി പാച്ചപ്പ് ആവാൻ ഒട്ടും സാധ്യതയില്ല, അതിൽ നിന്ന് മൂവ് ഓൺ ആയി എന്ന് വിചാരിക്കുക. എങ്ങനെയാണ് നമ്മൾ അതിൽ നിന്ന് മൂവ് ഓൺ ആയോ, അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് ഇനി പോവാൻ നിലവിലെ അവസ്ഥയിൽ കഴിയുമോ, അല്ലെങ്കിൽ നമ്മൾ അതിന് തയ്യാറാണോ എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു അവസരം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സാധ്യതയുണ്ട്. ചില കാര്യങ്ങളൊക്കെ നമുക്ക് സ്വയം അനുഭവപ്പെടാൻ തുടങ്ങി അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ആ ബ്രേക്കപ്പിൽ നിന്ന് നമ്മൾ കംപ്ലീറ്റ്ലി മൂവ് ഓൺ ആയിട്ടുണ്ട്. അത് മാത്രമല്ല, മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോവാൻ ആക്ച്വലി നമ്മൾ തയ്യാറായിട്ടുണ്ട് അല്ലെങ്കിൽ റെഡിയാണ് എന്നുള്ളത്. എങ്ങനെയാണ് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുക, അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സൈൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നോക്കാം. അതിൽ ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു സൈനാണ്, നിങ്ങൾ ആ വ്യക്തിയുടെ ലൈഫിലേക്ക് ഇപ്പോൾ ഒരിക്കലും തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളത്. അല്ലെങ്കിൽ ഒട്ടും അവരുടെ കാര്യങ്ങൾ നിങ്ങളെ ബോധേഡാക്കുന്നില്ല, നിങ്ങളുടെ മാനസികാവസ്ഥയെ ഡൗൺ ആക്കുന്നില്ല. അവരെക്കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ കേൾക്കുകയോ അല്ലെങ്കിൽ നിങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ അവരുടെ ഒരു ഫോട്ടോ കാണുന്ന സമയത്ത് ഏതെങ്കിലും രീതിയിലുള്ള അപ്ഡേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഒട്ടും തന്നെ അതിൽ സാഡ് ആവുന്നു, അല്ലെങ്കിൽ അതിൽ തന്നെ സ്റ്റക്കായിരിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ഓക്കെ ഇന്നത്തെ എൻ്റെ ദിവസം പോയി അങ്ങനെയൊക്കെ പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. സോ അങ്ങനെയൊന്നും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നില്ല, അതെല്ലാം ഓക്കെ ഫൈൻ ആണ്. പിന്നെ വീണ്ടും നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട്, അതൊന്നും നിങ്ങളെ അത്രയധികം എഫക്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അവരെക്കുറിച്ച് അറിയാൻ സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരെക്കുറിച്ച് എന്തെങ്കിലും ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായി മറുപടി പറയാൻ കഴിയുന്നുണ്ട്, അതിനുശേഷവും നിങ്ങൾക്ക് ആ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ആ ഒരു മൈൻഡ് സെറ്റിൽ നിങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം നിങ്ങൾ ആക്ച്വലി മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോവാൻ തയ്യാറാണ്, അല്ലെങ്കിൽ അതിൽ നിന്നും നിങ്ങൾ കംപ്ലീറ്റ്ലി മൂവ് ഓൺ ആയിട്ടുണ്ട് എന്നുള്ളത്. ഇനി രണ്ടാമത്തെ ഒരു സൈനാണ്, നിങ്ങൾ എങ്ങനെയുള്ള ഒരു വ്യക്തിയാണോ അത് നിങ്ങൾ കുറെ കൂടി മനസ്സിലാക്കിയിട്ടുണ്ട്, ആൻഡ് അത് നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്, അത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, അതിൽ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഫീൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. സോ ഇത്തരത്തിലുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, അനുഭവപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്, നിങ്ങൾ അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോകാൻ തയ്യാറായിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. കാരണം പലപ്പോഴും ഒറ്റയ്ക്കാവുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കൊന്ന് ഇരുന്ന് ചിന്തിക്കുന്ന സമയത്ത്, നമ്മളെക്കുറിച്ച് തന്നെ നമ്മളൊന്ന് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഒന്ന് വാല്യൂ ചെയ്യുന്ന സമയത്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ആക്ച്വലി നമുക്ക് എന്താണ് വേണ്ടത്, എന്താണ് വേണ്ടാത്തത്, അല്ലെങ്കിൽ നമ്മൾ ശരിയായിട്ടുള്ള കാര്യങ്ങളാണോ ചെയ്യുന്നത്, അതോ എന്തെങ്കിലും തെറ്റായ രീതിയിൽ ചെയ്യുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. മാത്രമല്ല, നമ്മൾ എങ്ങനെയുള്ള ഒരു വ്യക്തിയാണോ, നമ്മളുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണോ, നമ്മൾക്ക് എന്താണോ വേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് കൂടി ഒരു ക്ലാരിറ്റി കിട്ടും. അങ്ങനെ ഒരു ക്ലാരിറ്റി ലഭിച്ചു എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് അതിലൊരു കോൺഫിഡൻസ് കണ്ടെത്താൻ സാധിക്കും, അതായത് നമുക്കൊരു സെൽഫ് കോൺഫിഡന്റ് ആവാൻ സാധിക്കും എന്നുള്ളതാണ്. സോ ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതാണ് രണ്ടാമത്തെ ഒരു സൈൻ. മൂന്നാമത്തെ സൈൻ ആണ്, യുവർ ഇമോഷൻസ് ഹാവ് സെറ്റിൽഡ്. സ്വാഭാവികമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ എക്സ് അല്ലെങ്കിൽ നിങ്ങൾ മുന്നേ സ്നേഹിച്ചിരുന്ന ആ വ്യക്തിയെക്കുറിച്ച് ഏതെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ കേൾക്കുകയോ അല്ലെങ്കിൽ അവരെ കാണാനൊക്കെ ഇടയാവുന്ന സാഹചര്യത്തിൽ വീണ്ടും നിങ്ങളൊരു സാഡ്നെസ്സിലേക്ക് പോകുന്നില്ല, അല്ലെങ്കിൽ അവരുടെ മെമ്മറീസിൽ സ്റ്റക്കായി നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം നിങ്ങളുടെ ഇമോഷൻസ് ഒരുപാട് സെറ്റിൽഡ് ആയിട്ടുണ്ട്. നിങ്ങൾ ആ ഇമോഷൻസിനെയൊക്കെ കൺട്രോൾ ചെയ്യാനും അല്ലെങ്കിൽ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് നിങ്ങൾ ഗ്രാജ്വലി എത്തിയിട്ടുണ്ട് എന്നുള്ളത്. ഒരു പക്ഷെ ആ മെമ്മറീസ് അല്ലെങ്കിൽ ആ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ചില വാക്കുകളൊക്കെ ആയിരിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു മൂവ് ഓൺ നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പുതിയൊരു റിലേഷൻഷിപ്പിലേക്ക് എൻറ്റേർഡ് ആകാനാണെങ്കിലും നിങ്ങളുടെ മാനസികാവസ്ഥ അതിന് ഒരുങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. സോ നിങ്ങളുടെ ഇമോഷൻസ് സെറ്റിൽഡ് ആണ് എന്നുള്ളൊരു എക്സ്പീരിയൻസ്, അങ്ങനെയുള്ള ഒരു അനുഭവം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയാണ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് മറ്റൊരു സൈൻ. ആക്ച്വലി നിങ്ങൾ ആ റിലേഷൻഷിപ്പിൽ നിന്നും മൂവ് ഓൺ ആയിട്ടുണ്ട്, നിങ്ങൾക്ക് മറ്റൊരു റിലേഷൻഷിപ്പിലെ അല്ലെങ്കിൽ ഒരു ഡേറ്റിംഗ് എന്നുള്ളതൊക്കെ പോസിബിൾ ആണ് എന്നതിൻ്റെ. നെക്സ്റ്റ് വൺ, സിംഗിൾ ലൈഫ്. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിലവിൽ ഒരു റിലേഷൻഷിപ്പ് ഇല്ല, അല്ലെങ്കിൽ ബ്രേക്കപ്പ് സംഭവിച്ചു കഴിഞ്ഞാൽ നിലവിൽ നിങ്ങൾ സിംഗിൾ ലൈഫാണ് ലീഡ് ചെയ്യുന്നത്. സോ ആ ഒരു സിംഗിൾ ലൈഫിലും നിങ്ങൾക്ക് ഓക്കെയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫീലിംഗ്, ഗ്രേറ്റ് ഫീലിംഗ് ആണ്, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് ഇല്ലല്ലോ എന്നുള്ള ഒരു തോന്നൽ, അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഓരോ പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ സിംഗിൾ ആണ്
ബട്ട് സ്റ്റിൽ നിങ്ങൾ ഹാപ്പിനെസ്സിലാണ് എന്നുണ്ടെങ്കിൽ അതാണ് മറ്റൊരു സൈൻ. ബിക്കോസ് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലേ അല്ലെങ്കിൽ ഒപ്പം ഒരു വ്യക്തി ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് സന്തോഷിക്കാൻ സാധിക്കൂ എന്നൊരവസ്ഥ നിങ്ങൾക്കില്ല. നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ കൂടി നിങ്ങളുടെ ഹാപ്പിനെസ് എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ വാല്യൂ എന്താണ്, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, എന്താണ് വേണ്ടാത്തത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ആക്ച്വലി ഇപ്പോൾ ഒരുപാട് അവയർനെസ് ഉണ്ടായിരിക്കും, നിങ്ങളതിൽ ഓക്കെ ആയിരിക്കും എന്നുള്ളതാണ്. സോ അത്തരത്തിലൊരു സിംഗിൾ ലൈഫ് ആയിട്ട് കൂടി നിങ്ങൾക്ക് ആ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്, അല്ലെങ്കിൽ സന്തോഷം കണ്ടെത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് മറ്റൊരു സൈൻ. ആൻഡ് നെക്സ്റ്റ് സൈൻ എന്ന് പറയുന്നത്, നിങ്ങൾ പുതിയൊരു റിലേഷൻഷിപ്പിലേക്ക് എൻറ്റേർഡ് ആയാൽ കൊള്ളാം, അല്ലെങ്കിൽ ഡേറ്റിങ്ങിനെ കുറിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഒരു എക്സൈറ്റ്മെന്റ് ഫീൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ വേണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, അത് റിലേറ്റഡ് ആയിട്ടുള്ള തോട്ട്സുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് മറ്റൊരു സൈൻ. ആൻഡ് ഫൈനലി, യെസ് പറയേണ്ട സാഹചര്യങ്ങളിൽ യെസ് പറയാനും നോ പറയേണ്ടിടത്ത് നോ പറയാനും നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനുള്ള ഒരു സ്ട്രെങ്ത് നിങ്ങൾക്ക് ഗ്രാജുവലി കിട്ടിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അതിന് തയ്യാറായിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് മറ്റൊരു സൈൻ. ബിക്കോസ് ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് നോ പറയേണ്ട സാഹചര്യങ്ങളും വേണ്ട എന്ന് തോന്നുന്ന കാര്യങ്ങളും വേണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അത് ഓപ്പൺ അപ്പ് ആവാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴും ആ റിലേഷൻഷിപ്പ് ഫ്ലോപ്പ് ആയി പോകും എന്നുള്ളതാണ്. സോ യെസ് ആൻഡ് നോ ഇത് രണ്ടും കൃത്യമായി പറയാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് മറ്റൊരു സൈൻ. നിങ്ങൾ ആ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് എന്ന് പറയുന്ന ഒരു കാര്യം അത് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് ആൻഡ് മൂവ് ഓൺ ആയിട്ടുണ്ട്. ഇനി മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോകാൻ നിങ്ങൾ ആക്ച്വലി റെഡിയും ആണ് എന്നുള്ളതിൻ്റെ ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഉറപ്പിക്കാം നിങ്ങൾക്ക് മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോവുക എന്നുള്ളത്, അല്ലെങ്കിൽ ഡേറ്റിംഗ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് പോസിബിൾ ആണ് എന്നത്. സോ മിക്ക ആളുകൾക്കുള്ള ഒരു ഡൗട്ടായിരിക്കും, ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി ഇനി ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നത് റിസ്ക് ആണോ, അല്ലെങ്കിൽ ഇനി ഒരു റിലേഷൻഷിപ്പ് വേണോ വേണ്ടയോ, അല്ലെങ്കിൽ എടുത്തു ചാടി റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയ ഉടനെ തന്നെ എടുത്തു ചാടി മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോകരുത് എന്നൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട്. സോ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നമുക്ക് ഡിസിഷൻ എടുക്കാൻ എപ്പോഴും നമ്മൾ ഓക്കെ ആണോ, അല്ലെങ്കിൽ നമ്മൾ അതിന് ആക്ച്വലി റെഡി ആയിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. സോ ഇത്രയും സയൻസ് നിങ്ങൾക്ക് ഒരുമിച്ച് നിങ്ങളുടെ ലൈഫിൽ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതിന് പോസിബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളതിന് ഓക്കെ ആണ് ആക്ച്വലി എന്നുള്ളത് മനസ്സിലാക്കാം. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ, പുതിയ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്